മല്ലിക സുകുമാരൻ എന്നാലും ബിഗ് ബോസ് മത്സരാർത്ഥികളെ കുറിച്ച് എന്നാലും ഇന്നലെ ഇറങ്ങിയ ഒരു ഇന്റർവ്യൂവിൽ എന്നാലും സംസാരിക്കുന്നുണ്ട്. അപ്പൊ അനുമോളുമായിട്ടുള്ള തന്റെ ബന്ധത്തിനെ കുറിച്ചും വർഷങ്ങളായിട്ട് അനുമോളെ കുറിച്ച് അറിയാവുന്നതിനെ കുറിച്ചും അനുമോളുടെ ഒരു സത്യസന്ധതയെ കുറിച്ചും എല്ലാം മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷാനവാസിനെ കുറിച്ചും അനീഷിനെ കുറിച്ചും എല്ലാം എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് മല്ലിക സുകുമാരൻ എടുത്തു പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിനോട് തനിക്കൊരു പ്രത്യേക കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട്. നല്ലൊരു കുട്ടിയാണ്, നല്ല രീതിയിൽ പെരുമാറാൻ അറിയാവുന്ന, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആളെ തന്നെ ആയിട്ടാണ് തനിക്ക് എന്നാലും ഷാനവാസിനെ കുറിച്ച് തോന്നിയത് എന്നൊക്കെ എന്നാലും പറയുന്നത്. അനീഷിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെങ്കിലും അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം ഷാനവാസിനോട് തോന്നിയത് പോലെ തന്നെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. വാക്കുകളിലൂടെ എനിക്ക് എന്നാലും അങ്ങനെയാണ് തോന്നിയത്. അതായത് ഈ പറയുന്ന ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഞാൻ ഇത്തരത്തിൽ ചെയ്തൊരു വീഡിയോ ഒക്കെ ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഷാനവാസ് ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു 40 വയസ്സിനൊക്കെ മുകളിലുള്ള, അതായത് ബിഗ് ബോസ് ഹൗസിന്റെ പ്രധാന ഓഡിയൻസ് ഇതിനു മുന്നുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 40 വയസ്സിനൊക്കെ മുകളിലുള്ള പ്രത്യേകിച്ച് ഒരു സ്ത്രീകളാണ് ഈ പറയുന്ന ഒരു ബിഗ് ബോസ് ഹൗസ് ഷോയുടെ ഒരു മെയിൻ ഓഡിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിനകത്തേക്ക് ഒരു ഇഷ്ടം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഷാനവാസ് എന്നാലും ബിഗ് ബോസ് ഹൗസിൽ എന്നാലും തുടക്ക സമയത്ത് തന്നെ ചെയ്തിരുന്നത്. ഈ പറയുന്ന ജിസയിലെടുത്ത ആ ഒരു വസ്ത്രധാരണത്തിനെ കുറിച്ചെല്ലാം പറഞ്ഞതിലടക്കം നമുക്ക് കാണാവുന്നതാണ് ഈ പറയുന്ന ഒരു കുറച്ച് കരുതൽ അല്ലെങ്കിൽ കുറച്ചൊരു ചേട്ടച്ചർക്കളയും കാര്യങ്ങളും എല്ലാം ബിഗ് ബോസ് ഹൗസിനകത്ത് ഷാനവാസ് നല്ല രീതിയിൽ തന്നെ ഇറക്കിയിരുന്നതാണ്. നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആയിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും ഇത് കുറ്റമായിട്ട് പറയുന്നതല്ല. ഉറപ്പായിട്ടും അവിടെ വരുന്ന ഓരോ മത്സരാർത്ഥികളോടൊരു മത്സരാർത്ഥികളാണ്, അവര് ഗെയിമേഴ്സ് ആണ്. കറക്റ്റ് ആയിട്ടൊരു ഗെയിം പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെയാണ് ഇവരെന്തായാലും അവസാനം വരെ നിൽക്കുന്നത്. പക്ഷേ ഷാനവാസ് അങ്ങനെ ഭയങ്കര ഒരു മികച്ചൊരു പ്ലെയറോ ടോപ്പ് പ്ലെയർ എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെങ്കിലും ഷാനവാസ് ചില കാര്യങ്ങളിൽ ഒരു മാസ്റ്റർ ആണ് എന്നതിനെ കുറിച്ച് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും ഈ പറയുന്ന സംസാരിച്ച് മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്നവരാണോ അവരെ കൊണ്ടൊരു സോറി പറയിപ്പിക്കാനും മാത്രം ആ ഒരു മൈൻഡ് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കാര്യങ്ങളെ വളച്ചൊടിക്കാനുള്ള ഒരു കഴിവ് നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന ഷാനവാസിന് എന്തായാലും ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ഇതിനു മുന്നേ ഉള്ള വീഡിയോസിലും സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഷാനവാസം മാത്രമല്ല മറ്റു മത്സരാർത്ഥികളാണെങ്കിലും ചില കാര്യങ്ങളിൽ ഇവര് കുറച്ച് അഗ്രഗണ്യരാണ് എന്നൊന്നും ഈ പറയുന്ന ഓഡീഷൻ നടത്തുന്നവർക്ക് തോന്നുന്ന ആൾക്കാരെ മാത്രം ഉറപ്പായിട്ടും ഈ ബിഗ് ബോസ് ഷോയിലേക്ക് അവരെന്തായാലും സെലക്ട് ചെയ്യുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നത്. ഈ മല്ലിക സുകുമാരന്റെ വാക്കുകൾ എങ്ങനെയാണ് ഷാനവാസിന്റെ ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു ഗെയിമുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ ഒന്ന് പറയാം. അതായത് മല്ലിക സുകുമാരൻ ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ബിഗ് ബോസ് ഹൗസിലുള്ള മത്സരാർത്ഥികളുടെ ഒരു പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആ ഒരു വസ്ത്രധാരണത്തിനെ കുറിച്ചൊന്നും ആരും സംസാരിക്കുന്നൊന്നുമല്ല. ഈ അനുമോളുടെ ഒരു ഗെയിമിനെ കുറിച്ചും ആ ഒരു ഇമോഷണലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ആൾക്കാർ എന്നാലും സംസാരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ നെഗറ്റീവായിട്ട് പറയുന്നത്. അല്ലാതെ ഈ വസ്ത്രധാരണത്തിനെ കുറിച്ചൊന്നും ആരും അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കുന്നില്ല എന്നൊക്കെ എന്നാലും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. ഇത് മല്ലിക സുകുമാരൻ പറഞ്ഞൊരു കാര്യം മാത്രമല്ല, ഇത്തരത്തിൽ ആൾക്കാർക്ക് തോന്നുന്നൊരു കാര്യം തന്നെ. ഭയങ്കര ഒരു മോഡേൺ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത്, അതായത് യൂത്തിനെ കുറിച്ചല്ല പറയുന്നത്, കുറച്ചൊരു പ്രായമായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഇത് മോശമല്ല, ഇങ്ങനെയൊക്കെ വസ്ത്രധാരണം ശരിയാണോ, ഇത്രയധികം ആൾക്കാർ കാണുന്നതല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഒരു ചിന്ത ഈ പറയുന്ന സെറ്റ് ഓഫ് ഓഡിയൻസിനകത്ത് ഉറപ്പായിട്ടും ഉണ്ട്. ഈ ബിഗ് ബോസ് ഷോയുടെ പ്രധാന ഓഡിയൻസിനകത്ത് ഉറപ്പായിട്ടും അത് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും ഷാനവാസ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ ഓൾറെഡി ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ ഷാനവാസ് അതറിഞ്ഞ് തന്നെയാണ് എന്തായാലും അത്തരത്തിലുള്ള കുറച്ച് ഡയലോഗ്സ് ഒക്കെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ ഷാനവാസിനെ ഈ പറയുന്ന ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ചെയ്ത് നമ്മളുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാള് എന്നുള്ള രീതിയിൽ ഇവർക്ക് തോന്നുകയും അപ്പൊ ആ ഒരു സാധനം മുൻനിർത്തി തന്നെയാണ് ഈ ഷാനവാസ് പോകെ നമ്മൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങളായിക്കോട്ടെ, പറഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഷാനവാസ് ഇത് കുറച്ച് ഓവറല്ലേ എന്നുള്ള രീതിയിൽ തോന്നുമെങ്കിൽ പോലും പക്ഷെ ഷാനവാസിനെ കണക്ട് ചെയ്യുന്ന ഓഡിയൻസുമായിട്ട് അത് പ്രോപ്പറായിട്ട് കണക്ട് ആയി പോവുകയും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത് സുകുമാരന്റെയൊക്കെ അമ്മയായിട്ടുള്ള മല്ലിക സുകുമാരൻ, ഇവരാണെങ്കിലും ഫിലിം ആക്ടേഴ്സും കാര്യങ്ങളാണ്. അപ്പൊ ഈ മല്ലിക സുകുമാരൻ വരെ ഷാനവാസിന്റെ ഒരു ഫാനായി മാറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചില്ലറ കാര്യമല്ല. ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഷാനവാസ് തല ഉപയോഗിച്ച് തന്നെ കളിച്ചിരിക്കുന്ന ഒരു ഗെയിം തന്നെയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ. പക്ഷെ ഞാൻ പറഞ്ഞാണ് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷാനവാസ് ഒരു മാസ്റ്ററാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു ഗെയിമർ നല്ല രീതിയിൽ പല കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ടീമിലേക്ക് വരുന്ന സമയത്ത് ഷാനവാസ് എനിക്ക് എന്റെ ഒരു ഒപ്പീനിയൻ ആണ് പലപ്പോഴും കുറച്ച് ഉഴപ്പിപ്പോയി, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ല. ഷാനവാസ് എന്ന് പറഞ്ഞാൽ അഖിൽ മാരാർ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇന്ത റേഞ്ചിൽ നിൽക്കുന്ന ഒരാളാണെന്നുള്ളത് ഞാൻ ഇതിനു മുന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അപ്പൊ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാൾ അതുപോലത്തെ രീതിയിലൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കേണ്ടതായിരുന്നു. പക്ഷെ അത് കാഴ്ചവെച്ചില്ല. അത് വെച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് കപ്പ് ഷാനവാസ് തൂക്കിയാണ്. ഷാനവാസിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കപ്പ് തൂക്കിയോ കാര്യങ്ങളൊന്നുമല്ല. ഷാനവാസിന് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കുന്നതിലൂടെ ആ ഒരു ഫിലിം എൻട്രി കിട്ടുക, സിനിമയിലേക്ക് കയറി പറ്റുക, അതൊരു നല്ല അവസരങ്ങൾ തന്നെ കിട്ടുക എന്ന് പറയുന്നതാണ് ഒരു ലക്ഷ്യം എന്നുള്ളത് ഷാനവാസ് തന്നെ പറഞ്ഞുള്ള ഒരു കാര്യമാണ്. കാര്യം ഇത്തരത്തിൽ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കുന്ന ആൾക്കാരെ വാച്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പല സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരും ഈ പറയുന്ന ഷോ കാണുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ ഇതിനു മുന്നേയുള്ള പല മത്സരാർത്ഥികളും ഇത്തരത്തിൽ സിനിമയുടെ ഭാഗമായിട്ട്, നല്ല സിനിമകളുടെ ഭാഗമായിട്ട് പോയതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
അപ്പൊ ഉറപ്പായിട്ടും ഷാനവാസിന് ഒരു സിനിമയിലേക്ക് കയറുക എന്ന് പറയുന്നത് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കേസല്ല. പക്ഷെ ഒരു നല്ലൊരു സംവിധായകരോ അല്ലെങ്കിൽ നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസിന്റെ ഒരു ബാക്ക് കിട്ടുന്ന ഒരു സിനിമയിലേക്ക് ഒരു ഭാഗമാകുക എന്ന് പറയുന്നതാണ് ഒരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു കാര്യം. അത് സാധിക്കട്ടെ, നല്ല ഇതിൽ അവസരങ്ങൾ ഷാനവാസിനെ തേടി വരട്ടെ. ഈ പറയുന്ന മല്ലിക സുകുമാരനെ പോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാർ വരെ ഫാൻസ് ആയിട്ടുള്ളപ്പോഴത്തേക്കും ഷാനവാസിന് അത് അത്ര ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല. എന്നാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ എന്തായാലും ഷാനവാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തായാലും കമന്റ് ഇടാൻ മറക്കണ്ട.